നമുക്ക് ഒരിക്കൽ കൂടി മലപ്പുറം കാളികാവിലേക്ക് പോകാം. അവിടെ കൂട്ടിലായ കടുവയെ ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുകയാണ്. ഒരു ഭാഗത്ത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ട്. ആ കൂടിപ്പോൾ ലോറിയിലേക്ക് മാറ്റുകയാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ. അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, എങ്ങോട്ടേക്കാണ്? തൃശ്ശൂരിലെ പുത്തൂരിലേക്കാണോ കൊണ്ടുവരുന്നത്? വനവകുപ്പ് മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ അറിയിച്ചോ? ദിവേശ് ആര്യ, വനംവകുപ്പ് ഒരു സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ്. ഒരു ഉറപ്പ് നാട്ടുകാർക്ക് നൽകി മൃഗശാലയിലേക്ക് മാറ്റാം എന്നുള്ള ഉറപ്പ് നൽകി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ അത്തരത്തിലൊരു പ്രതിഷേധത്തിൽ നിന്ന് അയവ് വരുത്തിയത്. നേരത്തെ കൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന ഷാഠ്യത്തിൽ വനംവകുപ്പിന്റെ വാഹനത്തിലേക്ക്, ലോറിയിലേക്ക് കയറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മൃഗശാലയിലേക്ക് എന്നുള്ള ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെയും ഇത്തരത്തിൽ മൃഗശാലയിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ മൃഗങ്ങളൊക്കെ, പുലിയൊക്കെ ഇവിടെ തിരികെ എത്തിയ ഒരു അനുഭവം പശ്ചാത്തലമൊക്കെ ഉണ്ട് എന്നാണ് മാറ്റുന്നത്. അത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധമുണ്ടായത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ആ ഉത്തരവ് മറ്റുമെന്ന് പറയുന്ന ഉത്തരവ് എഴുതി ഒപ്പിട്ട് നൽകിയതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്ന് അയയാൻ തീരുമാനിച്ചത്. അതിനെ തുടർന്നാണ് ബാക്കി നടപടികളിലേക്കൊക്കെ വനംവകുപ്പും പോലീസും കടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ലോറിയിലേക്ക് കയറ്റി ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഇതൊരു റബ്ബർ തോട്ടമാണ്, എസ്റ്റേറ്റ് മേഖലയാണ്. സുൽത്താൻ എസ്റ്റേറ്റ് പറയുന്ന മേഖല ചെങ്കുത്തായ ഒരു മേഖലയാണ്. ഇവിടെ ഇത്തരത്തിൽ കൂടെ ഇരിക്കുന്ന പ്രദേശം അവിടെ നിന്ന് ലോറിയിലേക്ക് കയറ്റാൻ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഒക്കെ ഏറെ ഇവിടെ ഈ മേഖലയിലേക്ക് പ്രവേശിക്കാനൊക്കെ ഏറെ സമഗ്രമായ എത്താനുള്ള ഒരു മേഖല കൂടിയാണ്. അത്തരത്തിൽ എന്തായാലും ഈ 1.5 മാസത്തോളം ദൗത്യമൊക്കെ പുരോഗമിച്ചത് ഈ മേഖലയിൽ തന്നെയായിരുന്നു. വളരെ ആശ്വാസമുള്ള കാര്യമാണ്. കാരണം ഇത്രയും ദിവസം 1.5 മാസത്തോളം 24 മണിക്കൂർ എന്ന വണ്ണം ഈ കടുവയെ പിടിക്കാനുള്ള ഒരു ദൗത്യത്തിലായിരുന്നു. ഒടുവിൽ അത് ഫലത്തിലെത്തിയിരിക്കുന്നു. പക്ഷേ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമൊക്കെ അവിടെ ഉണ്ടായി. നിലവിൽ മൃഗശാലയിലേക്ക് മാറ്റുക എന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അരുൺ അമൃതനാണ് വിവരങ്ങൾ നൽകിയത്.